കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ച ചില ആഹാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കും. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്യമ്മച്ചിമാരുടെയൊക്കെ ആ ഒരു കൈപ്പുണ്യത്തിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ അത് ചിലപ്പോഴും നമ്മൾ ഉണ്ടാക്കിയാലും പക്ഷേ നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്നാലും ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരു പൊട്ടറ്റോ കറിയാണ്, ചായക്കട സ്റ്റൈൽ പൊട്ടറ്റോ കറി എന്നും പറഞ്ഞാണ് ഞാനത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് കണ്ടൊരു ഹിറ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന ഒരു മെയിനായിട്ടുള്ളൊരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചി ഈ ഒരു ടേസ്റ്റ് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് പോലും എൻ്റെ വല്യമ്മച്ചിയുടെ ആ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ആ ഒരു ടേസ്റ്റ് കിട്ടിയതെന്നാണ്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഒരു മിനി വെർഷനാണ് ഇന്നത്തെ വീഡിയോ. അതായത് സ്കൂളിൽ കുട്ടികൾക്കൊക്കെ രാവിലെ പാലപ്പോ അപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം ബ്രെഡൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ആ കൂടി 6-7 മിനിറ്റ് മതി ഈ കറി ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തില്ലെങ്കിലും ടേസ്റ്റ് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു ഇച്ചിരി ടേസ്റ്റ് കൂട്ടി നോക്കുമ്പോൾ ഒരിച്ചിരി ഇഞ്ചി കൂടെ ഞാനും ഇടുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് പശുവും പാലാണ് ചേർക്കുന്നത് ഞാൻ എപ്പോഴും. ഇനി അതും അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കി ചേർത്താലും മതി. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് ഒരു ഗ്രേവി അനുസരിച്ച് അങ്ങ് ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് കൂടുകയൊന്നും ചെയ്യില്ല. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ ഞാൻ ഓഫാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി മതി ഗ്രേവിയുടെ. കുറച്ച് കഴിയുമ്പോൾ അതിരുന്ന് കറക്റ്റ് ഗ്രേവിയുടെ പരുവാകും. അപ്പോൾ നിങ്ങളത് തയ്യാറാക്കി നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കുക്കർ വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, ഒരുപാട് വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി രണ്ടാമത് ഞാൻ കടുകൊന്നും പൊട്ടിക്കത്തില്ല, ഇപ്പം കടുക് ചേർക്കുക. ഇപ്പോൾ ഒരു നുള്ളു കടുക് ഇട്ടു. കടുകൊന്നും പൊട്ടുമ്പോഴും ഇതിലേക്ക് എല്ലാം കുറച്ച് മതിയേ. ഒരു ചെറിയ സവാളയുടെ പകുതി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇതേപോലെ കട്ടി കുറച്ചരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ വളരെ ചെറിയ കഷ്ണം മതി, 3 പച്ചമുളക് നടുക കീറിയത്, ഒരു 2 കറിവേപ്പില, ഇതെല്ലാം ഇട്ട് കൊടുക്കാവേ. തീ വളരെ കുറച്ച് വെക്കണേ. ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡുകൾ വഴറ്റിയാൽ മതിയേ. ഇനി ഇതിലേക്ക് ഒരു വലിയ പൊട്ടറ്റോ ഇതേപോലെ ചെറുതായിട്ട് ചതുരത്തിലരിഞ്ഞത്. ഇനി ശരിക്കും പറഞ്ഞാൽ മല്ലിപ്പൊടിയൊന്നും ആവശ്യമില്ല, കുക്കറിൽ അടിക്കുന്നതുകൊണ്ട് ഈ പൊട്ടറ്റോയൊക്കെ ഒന്ന് കുഴഞ്ഞ് കട്ടി കാണും കറിക്ക് കേട്ടോ. എന്നാലും ഞാനൊരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത്, പച്ചയ്ക്ക് പൊടിച്ചതാണ്. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂണോളം ചേർക്കുവാണ്. ബാക്കി നമുക്ക് കറി വെന്തതിന് ശേഷം ചേർക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഈ കറിക്കകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല കേട്ടോ. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് 1-2 വിസിൽ അടുപ്പിച്ചാൽ മതി. ഞാനിപ്പം തൽക്കാലം 1 വിസിൽ അടിക്കുന്നുള്ളൂ കേട്ടോ, കാരണം എൻ്റെ കുക്കർ ഒറ്റ വിസിൽ മതി. ചില കുക്കറൊക്കെ ആകുമ്പോൾ 2 വിസിൽ വേണം. അപ്പം അങ്ങനെയുള്ളവർ നോക്കി ചെയ്യുക. 1 വിസിൽ അടിച്ച ശേഷം ഞാനിത് ഓഫാക്കി വെച്ചതാണ് കേട്ടോ. പൊട്ടറ്റോ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ടേ. സ്റ്റൗ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇത് ഒരു 4-5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇരുന്ന് നല്ലതുപോലെ അങ്ങ് തിളയ്ക്കട്ടെ. ആ സമയത്തുണ്ടല്ലോ കുറച്ച് പൊട്ടറ്റോയൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്ത് അലിഞ്ഞ് ചേരും. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല കട്ടിയായിരിക്കുമേ. ഇത് 1-2-3 വിസിലടിപ്പിക്കുവാണെങ്കിൽ പൊട്ടറ്റോ മൊത്തം അങ്ങ് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒറ്റ വിസിലടിപ്പിക്കാൻ ഞാൻ പറഞ്ഞത് കേട്ടോ. ശരിക്കും പറഞ്ഞാലേ നമ്മൾ രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ നേരത്ത് ഞാൻ എളുപ്പം ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, ഞാനിങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ അവർ ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തിപ്പം ഭയങ്കര ടേസ്റ്റൊന്നും നോക്കണ്ട. നമുക്കൊരു കറി രാവിലെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒട്ടും വഴറ്റാതൊക്കെ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. എല്ലാം ഇട്ട് പെട്ടെന്ന് ഒരു 2 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് പൊട്ടറ്റോ ആഡ് ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിക്ക് ഈ ഒരു കട്ടിയൊക്കെ മതി. ഞാൻ ഇത്രയും പോലും സമയം എടുക്കത്തില്ല, നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് ഇത്രയും സമയം എടുക്കുന്നത്. ഞാൻ പെട്ടെന്ന് അങ്ങ് തീർക്കും. എല്ലാം കൂടെ ആകെ 10 മിനിറ്റ് ആയിരിക്കും ഈ ഒരു കറി ഉണ്ടാക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ എളുപ്പത്തിന് ചെയ്യുമ്പോൾ ഞാൻ പശുവും പാലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലോ പശുവും പാലോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെക്കുവാണേ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട്
നല്ലതുപോലെ ഒന്ന് ചൂടായി നമുക്കിനി തീ ഓഫാക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്, പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. അതായത് രാവിലെ പാലപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ പിന്നെ വെള്ളയപ്പോ ഒക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലൊരു കറി പെട്ടെന്ന്. അപ്പോൾ തീ ഓഫാക്കി. ഇനി ഇതിലേക്ക് ഇച്ചിരി ഒരു സൂത്രപ്പണിയും കൂടെ ഉണ്ട്. 2 കറിവേപ്പില, 2 3 ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഒരു നുള്ള് പെരുംജീരകം പൊടിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് അടച്ചു വെക്കാം. സംഭവം കഴിഞ്ഞു. 2 മിനിറ്റ് അടച്ചു വെച്ചേക്കണം, എന്നാലേ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി ആ ഒരു കറിക്കൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ചൂടാറുകയും ചെയ്യും. പിന്നെ നമുക്ക് പിള്ളേർക്ക് കൊടുത്തു വിടാം സ്കൂളിലൊക്കെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, സമയമെടുത്ത് ചെയ്യുന്നത്. കണ്ടോ, ഇതിന് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണം, പണ്ടത്തെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കറിയുടെ മണം ഇങ്ങനെയും കിട്ടും കേട്ടോ. അപ്പോൾ ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.